ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ അതൊന്നും അല്ല കേട്ടോ. ഏറ്റവും പ്രയോജനപ്രദമായ, അതായത് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. പലർക്കും അറിയായിരിക്കും, പലരുടെ കൈകളിലും കാണും. എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ ഉപകാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സാധനമാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ക്രാഫ്റ്റ് ചെയ്യാനുള്ള പഞ്ചിങ് മെഷീനാണ്. ഇത് 6 എണ്ണത്തിന് എനിക്ക് തോന്നുന്നു 299 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഇത് ഒത്തിരി പ്രയോജനം ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, ഇതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ പിക്ചേഴ്സ് നോക്കി നമുക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇത് പൂക്കൾ മാത്രമുള്ള പഞ്ചിങ് മെഷീനുണ്ട്, പിന്നെ ഷേപ്സ് മാത്രം ഉള്ളതുണ്ട്, പിന്നെ ലീഫ്, വെറൈറ്റി ലീഫ് ഉള്ളത് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. നമുക്ക് ഏത് വേണമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇതിപ്പോൾ പൂവും ഇലയും പിന്നെ ഒരു ഹാർട്ടിൻ്റെ സിമ്പിളും പിന്നെ ഒരു സ്മൈലിയും ഒക്കെ കൂടിയ ഒരു 6 എണ്ണമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഈ ഒരു പഞ്ചിങ് മെഷീൻ്റെ ഈ താഴത്തെ പോർഷനിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെയാണ് നമ്മൾ പേപ്പർ ആണെങ്കിലും ചാർട്ട്, ഫോം ഷീറ്റ്, നമുക്ക് ഏതിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ വേണോ അത് നമ്മൾ ആ ഒരു പോർഷനിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ പിക്ചറെ കാണിച്ചേക്കുന്നത് തന്നെ ഷാർപ്പായിട്ടൊരു കട്ടർ പോലെയുണ്ട്. അത് വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ടായി കിട്ടുന്നതാണ്. ഇത് ഞാൻ പണ്ടൊരിക്കൽ വാങ്ങിച്ചതാണ്, 12 വർഷം മുമ്പ് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഏകദേശം ഇതുപോലത്തെ ഒരു ഡിസൈനാണ്, കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ 12 വർഷവും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് സത്യം. കാരണം എല്ലാത്തിനും നിങ്ങൾ തന്നെ പലപ്പോഴും കണ്ടു കാണും. ഞാൻ പല ഡിസൈനിന് വേണ്ടിയിട്ടും, പല ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാനാണെങ്കിലും ഉടുപ്പിൽ, ഫ്രോക്കിൽ പെയിൻറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി പ്രയോജനം ചെയ്യും. നമ്മൾ ഇതുപോലെ കുറച്ച് ഡിസൈൻസ് മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ, പിള്ളേർക്ക് പ്രോജക്റ്റൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ, എന്തിനാണെങ്കിലും നമുക്കിത് പ്രയോജനം ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോം ഷീറ്റിൽ ജസ്റ്റ് ഒരു പിക്ചർ, അതായത് ഒരു ഡിസൈനുള്ള പൂവ്, ചെറിയ പൂവൊരെണ്ണം ഇങ്ങനെ ജസ്റ്റ് പഞ്ച് ചെയ്തെടുത്തു. ഇതുപോലെ നമുക്ക് പേപ്പറുകളിൽ, അതായത് ഗ്രീറ്റിംഗ് കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പേപ്പറുകളിൽ ഇതുപോലെ പഞ്ച് ചെയ്ത് കൊടുത്ത് സൈഡിൽ ഒരു ബോർഡർ പോലെയൊക്കെ കൊടുക്കുക. നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അതല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ ഷേപ്പുകൾ അല്ലെങ്കിൽ ഡിസൈനുകൾ കട്ട് ചെയ്തെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഒട്ടിക്കുകയും ചെയ്യാം. അതായത് കളർ പേപ്പറുകളിൽ, ഡിസൈനുള്ള പേപ്പറുകളിലോ, ഫോം ഷീറ്റ്, ഗ്ലിറ്റർ ഫോം ഷീറ്റ്, അതിലൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഡിസൈൻ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഇത് ഒട്ടിച്ച് പിടിപ്പിക്കേണ്ടത് അവിടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ പ്രത്യേകിച്ച് ഈ പടം വരയ്ക്കാനൊക്കെ അറിയാത്തവർക്കൊക്കെ ഇത് ഒത്തിരി ഉപകാരം ചെയ്യുന്നതാണ്. ഇതുപയോഗിച്ച് ഞാൻ ചെയ്ത ഐറ്റംസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു സ്മൈലിയുടെ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ആ പിക്ചർ ഉപയോഗിച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞു പോകുന്നു. അങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പം അങ്ങനത്തെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കത് ഒരു പർപ്പസിനെ ഉള്ളൂ. കണ്ടോ, ഇതിപ്പം നമ്മൾ പഞ്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്മൈലിയുടെ പിക്ചർ കിട്ടത്തില്ല, അതിങ്ങനെ പൊടിഞ്ഞു പോകും. എന്നാൽ നമുക്ക് ഇങ്ങനെ ഹോളായിട്ട് നമുക്ക് കിട്ടും. പേപ്പറിലും ചാർട്ടിലും ഒക്കെ ഹോളായിട്ട് കിട്ടും. എന്നാൽ അത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കുക. അങ്ങനെ ഞാൻ ഇത് വെച്ച് ഒരു 5-6 ഡിസൈൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി 2 പ്രയോജനങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ പ്രയോജനം എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2-3 സിറിഞ്ചാണ് എടുത്തേക്കുന്നത്. പപ്പയ്ക്ക് ഷുഗർ ഉള്ളത് കൊണ്ടും ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ടും ഇതിനിവിടെ ഒരു ദാരിദ്ര്യവും ഇല്ല. ഇതില്ലാത്തവർക്ക് പെൻസിലായാലും മതി, പേനയായാലും മതി. അതായത് ഫ്ലാറ്റായിട്ട് അടപ്പോ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഫ്ലാറ്റായിട്ടുള്ളത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ മുഴച്ചിരിക്കുന്ന പോലത്തെ അങ്ങനത്തെ നമുക്ക് പറ്റത്തില്ല. ഇതുപോലെ ഫ്ലാറ്റായിട്ടുള്ള എന്താണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. എനിക്കിതിപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്കിതിവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇതിപ്പോൾ ഈ സിറിഞ്ചിൻ്റെ ക്യാപ്പാണേലും മതി, അല്ല ഈ സിറിഞ്ചിൻ്റെ അകത്തുള്ള, എനിക്കൊന്നു അതിൻ്റെ അകത്തുള്ളതാകുമ്പോൾ കുറച്ച് നമുക്ക് പിടിക്കാനും ഒക്കെ കാര്യമായിട്ട് കിട്ടുമെന്ന്. അത് കാരണം ഞാൻ ഈ സിറിഞ്ചിൻ്റെ അകത്തിരിക്കുന്ന സാധനം വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ കണ്ടോ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് വരുന്ന ഡിസൈൻസേ നമുക്കുള്ളൂ, വലിപ്പം കൂടുതലില്ല. അത് കാരണം ഇത് തന്നെ ധാരാളം മതി. ഒത്തിരി വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഈ കാണിച്ചിരിക്കുന്ന പോലെ പെൻസിലിൻ്റെ ടോപ്പാണെങ്കിലും മതി. ഈ വശം നമുക്ക് പറ്റത്തില്ല, പക്ഷേ ഈ ഒരു വശം നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യാം. എന്തായാലും ഞാൻ ഈ ഒരു സിറിഞ്ചിൻ്റെ അകത്തുള്ള ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പം
ഫെവിക്കോൾ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ചിലർ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പം അവിടെ ഇങ്ങനെ ചെറിയൊരു തടിച്ച പാട് പോലെ വരും. അത് പാടില്ല. അതുകൊണ്ട് ഫെവിക്കോൾ യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡിസൈൻ ഇവിടോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് അല്പം നേരം അത് ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ബാക്കി ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബാക്കി ഡിസൈൻസ് എല്ലാം ഇതുപോലെ ഓരോന്നിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഓരോ ഡിസൈനിലും ഒരു മോൾഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിലുണ്ടല്ലോ വർഷങ്ങളോളം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ആ പഞ്ചിങ് മെഷീൻ ഇല്ലേലും കുഴപ്പമില്ല. നമുക്കിത് യൂസ് ചെയ്ത് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ. പേപ്പറിൽ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നും കാണിക്കാം. അതുപോലെ തന്നെ തുണിയിൽ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നും കാണിക്കാം. ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെയിൻറ്റുകളും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡ് കളർ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. പേപ്പറിലാണെങ്കിൽ ഏത് പെയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അത് ഞാനിവിടെ ജസ്റ്റ് ഒരെണ്ണം കാണിക്കുന്നതായത് കാരണം ഞാനൊന്ന് ബ്രഷിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മോൾഡിൻ്റെ മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതല്ല നമുക്ക് ഒത്തിരി പിക്ചേഴ്സ് ഇതുപോലെ കളർ അടിക്കണമെങ്കിൽ നമുക്കൊരു ചെറിയ പ്ലേറ്റിലോ എന്തിലേലും ഇതുപോലെ പെയിൻറ്റ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്ക് എവിടെയൊക്കെ പെയിൻറ്റ് അടിക്കണം, എവിടെയൊക്കെ നമുക്ക് ഈ ഒരു പിക്ചർ പടം വേണം, അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് സെയിം ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ഒന്ന് തുടച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ എന്നാണ് നമുക്ക് അടുത്തതായിട്ട് ആവശ്യം വരുന്നോ അപ്പോഴും ഇതുപോലെ എടുത്ത് നമുക്കിതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിനൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് നീറ്റായിട്ട് നമ്മുടെ പിക്ചേഴ്സ് അല്ല ഡ്രസ്സിൽ പെയിൻ്റ് അടിക്കാനാണെങ്കിൽ എന്തിനാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡ്രസ്സെന്ന് പറയുമ്പം സാരി, അതായത് കോട്ടൺ സാരികളിൽ പെയിൻറ്റ് ചെയ്യുന്നത് ഒത്തിരി ഈസിയാട്ടോ. മറ്റേ വേറുള്ള മെറ്റീരിയലിനെക്കാട്ടിലും ഇതുപോലത്തെ പെയിൻറ്റിങ്ങും പ്രിൻറ്റിങ്ങും അതൊക്കെ കോട്ടൺ സാരികളിലാണെങ്കിൽ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റായിട്ട് നമുക്ക് ഒത്തിരി നല്ല ഡിസൈനുകളെല്ലാം ഇതുപോലെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമേ. ഞാനങ്ങനെ ചെയ്ത പല സാരികളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പലർക്കും കൊടുത്തിട്ടുമുണ്ട്. ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. പേപ്പറിൽ എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും ക്ലോത്തിൽ ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ക്ലോത്തിൽ ചെയ്യുമ്പം ക്ലോത്ത് നന്നായിട്ട് വിരിച്ചിടണം. പിന്നെ ചുളിവോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അയൺ ചെയ്തിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് സ്പ്രെഡ് ആകാനോ അതുപോലെ തന്നെ ചുരുങ്ങിയൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അയൺ ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഈ പിക്ചേഴ്സ് ഈ പെയിൻറ്റിങ്സ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ ചെയ്താൽ മതി. പേപ്പറിൽ ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് ഇതിലും ചെയ്യേണ്ടത്. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അധികം വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ അത് സ്പ്രെഡായിട്ട് നമുക്ക് ആ പിക്ചറിൻ്റെ ആ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.